മഹാവിഷ്ണുവിന് പ്രധാനമായ വൈശാഖം ഏപ്രിൽ 28 തിങ്കളാഴ്ച മുതൽ മെയ് 26 തിങ്കളാഴ്ച വരെയാണ് വൈശാഖ മാസം. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനമായ മാസമാണ് വൈശാഖം. മാധവന് പ്രിയങ്കരമായതിനാല് മാധവ മാസം എന്നും അറിയപ്പെടുന്നു. ഈ മാസം മുഴുവൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഭൂമിയിൽ സന്നിഹിതനായിരിക്കുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനമാണ് വൈശാഖ മാസാചരണം. വൈശാഖ മാഹാത്മ്യത്തെപ്പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. സർവവിദ്യകളിൽ ശ്രേഷ്ഠമായതു വേദവും, സർവമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായതു പ്രണവവും, സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായതു കൽപ്പവൃക്ഷവും, സർവപക്ഷികളിൽ ശ്രേഷ്ഠമായതു ഗരുഡനും, സർവനദികളിൽ ശ്രേഷ്ഠമായതു ഗംഗയും, സർവരത്നങ്ങളിൽ ശ്രേഷ്ഠമായതു കൗസ്തുഭവും, സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായതു വൈശാഖവുമെന്നു സ്കന്ദപുരാണത്തിൽ പറയുന്നു. ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് വൈശാഖ മാസം. ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും 10 മടങ്ങ് ഫലം ലഭിക്കും. ഭഗവാന്റെ നരസിംഹാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരം എന്നീ 3 അവതാരങ്ങൾ നടന്നത് വൈശാഖത്തിലാണെന്നതും ഈ മാസത്തിന്റെ മാഹാത്മ്യം എടുത്തുകാട്ടുന്നു. അതില് പരശുരാമാവതാരവും ബലരാമാവതാരവും അക്ഷതൃതീയ ദിനത്തിലും നരസിംഹാവതാരം വെളുത്ത ചതുർദശിക്കും നടന്നതായാണ് പുരാണങ്ങളിൽ പറയുന്നത്. വ്രതാനുഷ്ഠാനത്തോടെ വിഷ്ണുഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത്. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്കു കൊളുത്തി നാരായണായ നാമം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം, നാരായണീയം, അഷ്ടാക്ഷരി മന്ത്രം, ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരി മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ, ഭാഗവത പാരായണം എന്നിവ മാധവമാസക്കാലത്ത് അഭീഷ്ടസിദ്ധി നൽകും. വൈശാഖ മാസം മുഴുവന് വ്രതം നോറ്റു ഭഗവാനെ ധ്യാനിക്കുന്നതു സർവൈശ്വര്യദായകമാണ്. വ്രതം ശുദ്ധിയോടെയും നിഷ്ഠയോടെയും അനുഷ്ഠിച്ചാൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്നു ആചാര്യന്മാർ പറയുന്നു. വൈശാഖത്തിലെ വെളുത്ത ദ്വാദശി, പൗർണമി എന്നിവയ്ക്ക് വ്രതം എടുക്കുന്നവർക്കും തുല്യമായ ഫലം ലഭിക്കുമെന്നുള്ളതാണ്. എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കാൻ ഉത്തമ മാസമാണ് വൈശാഖം. കൂടാതെ വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനത്തിനു വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. ഈ നാളുകളിൽ സർവ്വ പുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം. അതിനാൽ പ്രഭാത സ്നാനത്തിലൂടെ സർവ്വതീർത്ഥ സ്നാനഫലം ലഭിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. വൈശാഖ മാസത്തിലുടനീളം കലിദോഷ നിവാരണ മന്ത്രം 9 തവണ ജപിച്ചാല് മാലിന്യങ്ങള് അകന്ന മനസ്സ് സൂര്യനെപ്പോലെ തെളിവുറ്റതാകും. 108 തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണിത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.